ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ സെറ്റ് ബോട്ടണിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും എക്സാം ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയിരുന്നോ? നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നമുക്ക് 1 by 1 ഓരോ ആൻസേഴ്സും ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്പട്ടർ കോട്ടിംഗ് ഇസ് അപ്ലൈഡ് ടു പ്ലാന്റ് സാമ്പിൾ ബിഫോർ സെം ഇമേജിംഗ്. റീസൺ വരുന്നു ഫോർ സ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ടു എലിമിനേറ്റ് ഇമേജ് ഡിസ്റ്റോർഷൻ അണ്ടർ ഇലക്ട്രോൺ ബീം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ആറും റൈറ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. എന്നാൽ ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ആർ ഇസ് ദി റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നാ പറയുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: toluidine blue is considered as a metachromatic stain because. Okay, ഇവിടെ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. Stains different tissues components in different colors. It stains different tissues components in different color എന്നാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്തയിലേക്ക് പോവാണ്. തേർഡ് ക്വസ്റ്റ്യൻ: അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് അനോനേസി എന്ന് പറയുന്ന പ്ലാന്റ് ഫാമിലിയുടെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ചൂസ് ദി റൈറ്റ് വൺസ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്. 2, 3 and 4 ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 2, 3 and 4 ഓൺലി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എല്ലാവരും അതൊന്ന് നോക്കി വെക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. The RNA component of telomerase is a non-coding RNA. Which of the following statement about is are right എന്നാണ് ചോദ്യം. അപ്പൊ RNA component, telomerase എന്ന് പറയുന്ന എൻസൈമിന്റെ RNA componentനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 2 only. 1 and 2 only എന്നതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In a genome, the presence of multiple genes that carry out the same function often arising from the gene duplication event is referred to as. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ജീൻ റിഡൻഡൻസി എന്നതാണ് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി മെച്ചുറേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടർ. MPF എന്ന് പറയുന്ന ഫാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഡ്യൂറിംഗ് ദ G1/S phase, the CDK1 subunit of MPF is active due to the enzyme V1. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രോട്ടീൻ ജെമിനിൻ. ജെമിനിൻ എന്ന് പറയുന്ന പ്രോട്ടീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 and 4 ഓൺലി. 1, 3 and 4 ഓൺലി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In eukaryotic signaling, a second messenger molecule that relays an external signal from a cell surface receptor to internal targets, thereby triggering a cellular response. Which of the following is not a second messenger of eukaryotic signaling? അപ്പോൾ ആദ്യത്തെ എന്താണ്? ആ ഒരു സെന്റൻസ് ഒന്നും വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ലാസ്റ്റ് സെന്റൻസ് മാത്രം നോക്കിയാൽ മതി. Which of the following is not the second messenger of eukaryotes എന്നാണ്. സോ എട്ടാമത്തെ ആൻസർ RAS GTP ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എയ്ത്തിന്റെ ഓപ്ഷൻ എ RAS GTP ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: മൗസ് മോഡൽ where beta arrestin has been knocked out, which of the following outcome is most likely to occur? So beta arrestin എന്ന് പറയുന്ന ആ ഒരു ജീന് ഇല്ലാത്ത ഒരു മോഡൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഔട്ട്കം എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? the G protein coupled receptor signaling is prolonged due to the loss of desensitization. so D എന്ന് പറയുന്നത് നമ്മുടെ ഒൻപതാമത്തെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും കൃത്യമായി നോട്ട് ചെയ്യുക.
ഓക്കെ, നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും അസേർഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? എഥിലീൻ സിഗ്നലിംഗ് യൂസസ് എ റിസെപ്റ്റർ ലൊക്കേറ്റഡ് ഇൻ ദി ER മെംബ്രെയിൻ ആൻഡ് റീസൺ പറയുന്നു ETR1 റിസെപ്റ്റർ ആക്ട് ആസ് എ പോസിറ്റീവ് റെഗുലേറ്റർ ഓഫ് ദി എഥിലീൻ സിഗ്നലിംഗ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഹോർമോൺ. അപ്പോൾ ഇവിടെ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. എ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, എന്നാൽ റീസൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. 6 ഫോൾസ് ആണ്. സോ 10ാമത്തെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് 11th ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ RNA ടൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ പോളിമറേസുകളും കൊടുത്തിട്ടുണ്ട്. അതും യൂക്കാരിയോട്സിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് മാച്ച് ഏതാണെന്നാണ് ചോദ്യം. 11th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി, A2B1C3. A2B1 ആൻഡ് C3 എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 11 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ പ്ലാന്റ്സ് ദി എൻസൈം ഡൈസർ ലൈക്ക് 1 DCL1 is essential for processing certain RNA molecules. A plant lacking the functional DCL1 would show the defects in the processing of RNA type. അപ്പോൾ DCL1 എന്ന് പറയുന്ന ആ ഒരു ജീൻ, ആ ഒരു എൻസൈം ഇല്ലാതെ വരുമ്പോൾ എന്തായിരിക്കും പ്രോസസ്സിംഗ് ഡിഫക്റ്റ് എന്നാണ് ചോദ്യം. 12ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. mRNAs എന്തായിരിക്കും? അബ്നോർമൽ ആയിട്ടുള്ള പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ സൈലൻസിങ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. mRNAസിനെയാണ് പ്രധാനമായും അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്തത് 13th ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? പ്രോട്ടീൻസ് ദാറ്റ് ആർ ഡെസ്റ്റൈൻഡ് ഫോർ സെക്രീഷൻ അണ്ടർ ദി എൻഡോപ്ലാസ്മിക് reticulum lumen through a process known as co-translational entry, and reason പറയുന്നു the signal recognition particle increases the translation of the growing polypeptide in the endoplasmic reticulum. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. A ട്രൂ ആണ്, R ഫോൾസ് ആണ്. ഓപ്ഷൻ സി, A ട്രൂ, R ഫോൾസ്. അപ്പോൾ 13th ക്വസ്റ്റ്യൻ കിട്ടി. അടുത്തത് നമ്മൾ 14th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? The Drosophila genes, vestigial wings and the cinnabar eyes are located in the 67.0 and 57.0 respectively on chromosome 2. A female from a homozygous strain of vestigial flies was crossed with a male from a homozygous strain of cinnabar flies. The F1 hybrids were phenotypically wild type. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന 4 ടൈപ്പ് ഗാമേറ്റ്സിന്റെ പ്രപ്പോർഷൻ എങ്ങനെയാണ്? F1 ഫീമെയിൽസിന്റെ ഉണ്ടാകുന്ന 4 ടൈപ്പ് ഗാമേറ്റ്സിന്റെ പ്രപ്പോർഷൻ എന്താണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ 14th ഓപ്ഷൻ ബി ആണ്. 45%, 45%, 5%, 5%. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി. നമ്മൾ 15th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അഗൈൻ നമ്മുടെ ജെനറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. The F1 plant is heterozygous for 2 linked genes A and B and which are 12 map units apart on the same chromosome. The F1 carries linked dominant alleles A and B from one parent and linked recessive alleles small a and small b from another. After self-pollination of the F1, what percentage of the ratio of F2 phenotype? Again നമ്മുടെ F2 ആണ്. നോക്കി, ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യനിൽ F1 ആണ്. ഇത് F2 ഫീനോടൈപ്പിന്റെ പ്രപ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 15th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ്? AB 69.36, AB ആൻഡ് A small b 5.64%, small a capital B 5.64% and small b 19.36%. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 16th പോവാണ്. 16th ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ലിങ്ക്ഡ് ടു ദി mRNA സർവൈലൻസ് മെക്കാനിസം. ആൻഡ് അവിടെ 16th എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. 1, 2, 3 and 4 4 കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ശരി, 17th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊന്ന് നോക്കിയിരിക്കണം. ബി കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17th ക്വസ്റ്റ്യൻ ആണ്. യങ് പേഷ്യന്റ് പ്രസന്റ് വിത്ത് ദ റെക്കറന്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ലബോറട്ടറി ടെസ്റ്റ് ഷോസ് ബി സെൽസ് ആബ്സെന്റ് ഇൻ ദ സർക്കുലേഷൻ ബട്ട് വിത്ത് നോർമൽ ടി സെൽ കൗണ്ട് വിച്ച് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഡിനോട്ട്. 17th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബ്രൂട്ടൺസ് ഡിസീസ് ആണ്. എന്താണ്? ബ്രൂട്ടൺസ് ഡിസീസ് ആണ്. 17C ആണ്. 18th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കോ സ്റ്റിമുലേറ്ററി സിഗ്നൽസ് ആർ ക്രൂഷ്യൽ സെക്കൻഡ് സിഗ്നൽസ് which
which following molecule provides co-stimulatory signals during T cell activation? T cell activation ടൈമിൽ co-stimulatory signal ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദ്യം. അത് CD28 ബൈൻഡിങ് B7 ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ശരി, നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, certain nutrient deficiencies appear first in either young or older leaves depending on their mobility. Which of the following statements are true? True ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 19ാമത്തെ ആൻസർ ഓപ്ഷൻ എ 1, 3 and 4. 1, 3 and 4. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അയൺ ഡെഫിഷ്യൻസി ഓൾഡർ ലീവ്സിലാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു, അല്ലല്ലോ യങ്ങർ ലീഫിലാണ്. അപ്പോൾ 1, 3 and 4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, നമ്മൾ 20th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഹൈഡ്രജൻ അപ്ടേക്ക് ജീൻസ്. ഹബ് ജീൻസ് എന്ന് പറയും അല്ലേ, ആൻഡ് ദർ ഫങ്ഷൻസ്. അപ്പൊ ഹബ് ജീൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഫങ്ഷൻസും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ 1, 2 and 3 ആണ്. 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. സോ 20th ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. ഓക്കെ, 21st ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് റിക്വയർസ് ബോത്ത് മോളിബ്ഡനം കോഫാക്ടർ ആൻഡ് FAD ഫോർ ഇറ്റ്സ് ആക്ടിവിറ്റി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എൻസൈമിനാണ് FADയും മോളിബ്ഡനവും 2 കോഫാക്ടേഴ്സും ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. 21ന്റെ ആൻസർ ഓപ്ഷൻ എ നൈട്രേറ്റ് റിഡക്ടേസ് എന്നാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ 21st ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 22nd ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 22nd ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഐഡന്റിഫൈ ദ റെഗുലേറ്ററി പ്രോട്ടീൻസ് ഇൻവോൾവ് ഇൻ ദ സുക്രോസ് ട്രാൻസ്പോർട്ട് ആൻഡ് പ്ലാസ്മോഡെസ്മാറ്റ കൺട്രോൾ ഡ്യൂറിംഗ് ഫ്ലോയം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്. ഓക്കെ, റെഗുലേറ്ററി പ്രോട്ടീൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി പ്രോട്ടീൻസ് ഏതാണെന്നാണ് ചോദ്യം. 22nd ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. ഓക്കെ, 1ഉം 2ഉം 3ഉം എന്താണ് അവിടെ റെഗുലേറ്ററി പ്രോട്ടീൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 23rd ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അവിടെ ഇൻഹിബിറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ ഒരു ഫ്ലോയിങ് കൊടുത്തിട്ടുണ്ട്. 23 ഓപ്ഷൻ എ ആണ്. A2B1C3. A2B1C3 23rd ആൻസർ ഓപ്ഷൻ എ ആണ്. കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 24th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ മ്യൂട്ടന്റ് പ്ലാന്റ് lacking TFL1 produces flowers prematurely at the shoot tip. This indicates that the normal function of TFL is. TFL എന്ന് പറയുന്നത് മ്യൂട്ടേറ്റഡ് ആയപ്പോൾ എന്താണ്, ഫ്ലവേഴ്സ് എന്താ നേരത്തെ ഉണ്ടായി ഷൂട്ട് ടിപ്സിൽ. അങ്ങനെയെങ്കിൽ TFLന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദ്യം. ഫ്ലോറൽ റിപ്രസർ ആണ് അല്ലെ. പെട്ടെന്ന് തന്നെ എന്താണ് അവർക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി ഫ്ലവേഴ്സിനെ റിപ്രസ് ചെയ്ത് നിർത്തുന്നു. ഫ്ലോറൽ റിപ്രസർ ആണ്. ഡിലേയിങ് ഫ്ലവറിങ് എന്നതാണ് അവരുടെ ജോലി. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ശരി, ഇനി നമ്മൾ എന്താ നോക്കുന്നത്? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താ വരുന്നത്? ക്രിപ്റ്റോക്രോംസ് ആർ ബ്ലൂ ലൈറ്റ് സെൻസിങ് ഫ്ലാവോ പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ഫങ്ഷൻസ് ആസ്. അപ്പോൾ ക്രിപ്റ്റോക്രോം എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് സെൻസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. 25 ഓപ്ഷൻ ഡി. അഗൈൻ ഓപ്ഷൻ ഡി ആണ്. എന്താണ്? 1, 2 and 3. 1, 2 and 3 ആണ് കേട്ടോ. 1ഉം 2ഉം 3ഉം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, നമ്മൾ 26th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. In plants such as cannabis, dash hormone induces maleness while dash stimulates the femininity in plants that are single. അപ്പോൾ cannabis എന്ന് പറയുന്ന പ്ലാന്റിൽ എന്താണ്? മെയിൽനെസ്സിനെയും ഫെമിനിറ്റിയും ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെ പ്ലാന്റ് ഹോർമോൺസ് ആണെന്നാണ് ചോദ്യം. 26th ആൻസർ എ ആണ്. ഗിബറെല്ലിൻസ് ആൻഡ് എഥിലീൻ. ഗിബറെല്ലിൻസ് ആണ് മെയിൽനെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഫീമെയിൽനെസ് എന്താണ്? എഥിലീൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മൾ 27th പോവാണ്. Halophyte mutant shows impaired vascular sodium sequestration and accumulates toxic sodium in the cytoplasm. The gene most likely defective in this case. Halophyte mutant ആയിട്ടുള്ളവർക്ക് എന്താണ്? സോഡിയം സെക്വസ്ട്രേഷനിൽ എന്താണ് ചില പ്രശ്നങ്ങൾ കാണുന്നു. അങ്ങനെയെങ്കിൽ the gene most likely defective, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് ജീൻ ആയിരിക്കും അവിടെ ഡിഫക്റ്റീവ് ആയിരിക്കുന്നത്? ഓപ്ഷൻ ബി NHX1 ആണ്. ഓപ്ഷൻ ബി NHX
1 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 28th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഹൈപ്പോത്തറ്റിക്കൽ പ്രോട്ടീൻ കൺസിസ്റ്റ് ഓഫ് 153 അമിനോ ആസിഡ്സ് അറേഞ്ച്ഡ് ആസ് എ കണ്ടിന്യൂസ് ആൽഫ ഹെലിക്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോക്സിമേറ്റ്സ് ദ ലീനിയർ ലെങ്ത് ഓഫ് ഹെലിക്സ്. അപ്പോൾ നമ്മുടെ DNA യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈപ്പോത്തറ്റിക്കൽ പ്രോട്ടീനകത്ത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 153 അമിനോ ആസിഡ്സ് ഉണ്ട്, ആൽഫ ഹെലിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ആ ഹെലിക്സിന്റെ ലീനിയർ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കുന്നതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ 23 നാനോമീറ്റർ ആണ്. 23 നാനോമീറ്റർ ഓപ്ഷൻ എ. ഓക്കെ, 29th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ Vmax of lipase enzyme in a lipid metabolic reaction was 90 micromoles per minute per milligram of protein. If the molecular mass of the lipase enzyme is 20,000 Dalton and kcat of the lipase enzyme is approximately, ആ എൻസൈമിന്റെ kcat വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 1800 per minute ആണ്. 1800 per minute ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അമിനോ ആസിഡ്സ് കണ്ടെയ്ൻസ് സൾഫർ ബട്ട് ഡസ് നോട്ട് ഫോം ഡൈസൾഫൈഡ് ബോൺസ്. ഇതിൽ ഏത് അമിനോ ആസിഡിനാണ് സൾഫർ ഉള്ളത് പക്ഷെ അവർക്ക് ഡൈസൾഫൈഡ് ബോൺസ് ഫോം ചെയ്യാൻ പറ്റില്ല? ഓപ്ഷൻ ഡി മെഥിയോണിനാണ്. ഏതാണ്? ഓപ്ഷൻ ഡി മെഥിയോണിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 31ലേക്ക് പോവാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കണക്റ്റഡ് വിത്ത് ദ വേരിയസ് കാർബോഹൈഡ്രേറ്റ് ബോണ്ടിങ്. കാർബോഹൈഡ്രേറ്റിന്റെ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഇതിൽ 31st ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 and 2 only. 1 and 2 only ആണ്. 3ഉം 4ഉം റോങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ലെവിൻതാൽ പാരഡോക്സ്. ലെവിൻതാൽ പാരഡോക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റുകൾ 32 ആൻസർ സി ആണ്. പ്രോട്ടീൻ ഫോൾഡ് വയ ഡിഫൈൻഡ് ഫോൾഡിംഗ് പാത്വേസ്, നോട്ട് റാൻഡം ട്രയൽസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 33 എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് ലിപ്പിഡ് ഫംഗ്ഷൻ പെയർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ജോഡി ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 33 ഓപ്ഷൻ ഡി. 1, 2, 3 and 4 4 ജോഡികളും കറക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 34th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡബിൾ സ്ട്രാൻഡ് DNA can form a triple helix by incorporating a third strand into the major groove of its dash tracks through Hochstein base pairing. അപ്പൊ ഇവിടെ 34th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹോമോപ്യൂരിൻ ഹോമോപിരമിഡിൻ. ഹോമോപ്യൂരിൻ ഹോമോപിരമിഡിൻ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 35th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ടു ഡിറ്റർമൈൻ ദ വേരിയേഷൻ ഇൻ വിങ് ലെങ്ത് ഓഫ് ദി വൾച്ചേഴ്സ് ഫ്രം 5 ഡിഫറെന്റ് ലൊക്കാലിറ്റീസ് വിച്ച് വുഡ് ബി ദ ബെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് എംപ്ലോയിഡ്. അപ്പൊ ഇതെന്താണ്? നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻ ആണ്. 35th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. 3 only. അതായത് ടെസ്റ്റ് മാത്രമാണ്. 3 only ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 36th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ മെക്കാനിസം യൂസ്ഡ് ടു ഇൻസേർട്ട് ഫോറിൻ DNA ഇൻടു നോൺ എസെൻഷ്യൽ റീജിയൻ ഓഫ് വാക്സീനിയ വൈറസ് ജീനോം. 36th ആൻസർ ഓപ്ഷൻ എ ഹോമലോഗസ് റീകോമ്പിനേഷൻ. ഹോമലോഗസ് റീകോമ്പിനേഷൻ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 37th ക്വസ്റ്റ്യൻ, ദ ഹേഫ്ലിക്സ് ലിമിറ്റ്. ദ ഡിസ്കവറി ഓഫ് ലിയനാർഡ് ഹേഫ്ലിക്സ് refers to which of the following phenomena. അപ്പൊ ഹേഫ്ലിക്സ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏത് ഫിനോമിനയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി സെല്ലുലാർ സെനസെൻസ് ആണ്. ഓപ്ഷൻ ഡി സെല്ലുലാർ സെനസെൻസ് ആണ്. ഇനി 38th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ക്ലാസിക് ഇൻ വിട്രോ എക്സ്പെരിമെന്റ്സ് വിത്ത് സിന്തറ്റിക് mRNA that help decipher the genetic code. ജനറ്റിക് കോഡിന്റെ സീക്വൻസുകൾ അല്ലെങ്കിൽ ആ ബേസസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ചോദ്യം. 38ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3 and 4. 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ശരി, നമ്മൾ 39th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അഡ്വാൻറ്റേജ് ഓഫ് ടെമ്പററി ഇമേർഷൻ ബയോറിയാക്ടേഴ്സ്? TIBയുടെ അഡ്വാൻറ്റേജുകൾ ഏതൊക്കെയാണ്? ഓവർ സ്റ്റാറ്റിക് കൾച്ചേഴ്സിൽ നിന്നും TIBയുടെ അഡ്വാൻറ്റേജുകൾ എന്താണെന്നാണ് ചോദ്യം. 39 ഓപ്ഷൻ ഡി 1, 2 and 3 തന്നെയാണ് കേട്ടോ. 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 1, 2 and 3 ഓപ്ഷൻ ഡി.
40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. A biotech company wants to develop a transgenic crop but is concerned about the pollen mediated gene flow to wild relatives. Which method would best ensure the transgene does not spread through pollen? അപ്പോൾ 40 ആൻസർ ഓപ്ഷൻ ഡി, ക്ലോറോപ്ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, പ്ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 41 എന്താ പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ people employ a technique of removing some plants or fruits to reduce the competition and improve growth of remaining ones effectively, and this is called option C, thinning എന്നതാണ് നമ്മുടെ ആൻസർ. 41 ഓപ്ഷൻ സി, thinning എന്നതാണ് നമ്മുടെ ആൻസർ. 42ലേക്ക് പോവാണ്. Researchers digest a 1 mp circular plasmid containing random DNA with eco-R1. Assuming equal base frequencies, approximately how many fragments would be generated? അപ്പോൾ എത്ര ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ 42 ഓപ്ഷൻ എ, 244 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 43ലേക്ക് പോവാണ്. Which of the following approaches is not commonly employed in idiotype or marker assisted plant breeding? 43 നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, phenotypic selection without molecular markers. ഓപ്ഷൻ സി, 43യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 44th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. To achieve long-term stable expression of a transgene in a cultured cell line across multiple generation, the gene delivery method most suitable is? 44 ഓപ്ഷൻ ബി, ലെവിൻതാൽ വെക്ടർ. ഓപ്ഷൻ ബി, ലെവിൻതാൽ വെക്ടർ ആണ് നമ്മുടെ ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി ആണ്. 45th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following is a systemic fungicide used to control powdery mildew? അപ്പോ എന്താണ് നമ്മുടെ മൈൽഡ്യൂ അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ ഫംഗസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമിക് ഫംജിസൈഡ് ഏതാണ് എന്നാണ് ചോദ്യം. 45th ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ട്രൈഡെമോർഫ് ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ 46th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഡസ് ഹെർബിസൈഡ് റെസിസ്റ്റൻസ് occur mainly due to the mutation in the target enzyme that reduces herbicide binding affinity? 46th ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1 and 3 only. 1 and 3 only ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി, 46 ആണ് കേട്ടോ. അടുത്തത് 47ലേക്ക് പോവാണ്. 47 select the statement which match with the Informatics tool given below. അതിൽ 47th ആൻസർ നമുക്ക് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 and 4 കേട്ടോ. 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. 47th 1, 2, 3 and 4. അടുത്ത 48ലേക്ക് പോവാണ്. Which of the following database tool would you use to perform these gene related tasks? താഴെ കുറച്ച് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ടാസ്കുമായി ബന്ധപ്പെട്ട് ഏത് ടൂൾ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 48th ആൻസർ ഓപ്ഷൻ എ ആണ്, 48 ഓപ്ഷൻ എ ആണ് കേട്ടോ, എ ആണ് കിട്ടിയല്ലോ, 48 എ ആണ്. അടുത്തത് 49th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബയോടെക് ഫേം വാണ്ട്സ് ടു predict a protein structure using AI based methods without requiring homologous template. Which tool would they employ? homologous template ഇല്ലാതെ ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ടൂൾ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്? 49B, ആൽഫ ഫോൾഡ് ആണ്. 49th ആൻസർ ബി ആണ്, ആൽഫ ഫോൾഡ് ആണ് 49B. ഓക്കെ, അടുത്തത് 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റ് മാച്ച് ചെയ്യുന്ന ജോഡി ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 1, 2, 3 and 4. 1, 2, 3 and 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 4 ജോഡീസും എന്താണ്, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which of the following best explains the division of labor between catalytic and editing pockets in the amino acid tRNA synthetases where amino acids are structurally similar ആയിട്ടുള്ള amino acids എങ്ങനെയാണ് ഈ ഒരു പോക്കറ്റിൽ എന്താണ് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 51st ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ, catalytic pocket activates amino acids and editing pockets proofreads and hydrolyzes incorrectly activated amino acid. Option A, 51 option A. 52, identify the
correct set of combinations regarding a researcher generates a transgenic mouse to verify how many copies of the transgenes were integrated and whether it is expressed in the liver tissues. Which technique would be employed? ഇവിടെ ഏത് ടെക്നിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? 52 ആൻസർ എ 1 and 4 ഓൺലി ആണ്. 1 and 4 സദേൺ ബ്ലോട്ടും അതേപോലെ തന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും ആണ് യൂസ് ചെയ്യുന്നത്. 52 ഓപ്ഷൻ എ. 53rd പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് എക്കോസിസ്റ്റംസ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ് NPP. സോ ഇക്കോളജിയുടെ ഭാഗത്തേക്ക് വന്നു. ഓക്കെ, നമ്മുടെ NPPയുടെ ബേസിസിൽ ലോവസ്റ്റ് ടു ഹയസ്റ്റ് ഏതാണെന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. 53rd ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്പൺ ഓഷ്യൻസ്, ഗ്രാസ് ലാൻഡ്സ്, ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആൻഡ് വെറ്റ്ലാൻഡ്സ്. വെറ്റ്ലാൻഡ്സിനാണ് ഏറ്റവും കുറവ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അഗൈൻ നമ്മൾ 54 പോവാണ്. റൗക്നെ proposed a system of classifying plants based on. Okay, Raukner a system of plant classification ആണ് propose ചെയ്തത്. 54 option D, life forms based on the position of their penetrating buds during unfavorable seasons. Option D ആണ് നമ്മുടെ ആൻസർ. Okay, 55th question, 55th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ Whittaker's concept of alpha, beta and gamma diversity is to measure diversity related to. Whittakerന്റെ alpha, beta, gamma diversity എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, ആൽഫ എന്ന് പറയുന്നത് ലോക്കൽ ഡൈവേഴ്സിറ്റി, ബീറ്റ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ടു കമ്പാരിസൺ ആണ്, ആൻഡ് ഗാമ എന്ന് പറയുന്നത് റീജിയണൽ ഡൈവേഴ്സിറ്റി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 56th ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് ഇൻ ആൻ എക്കോസിസ്റ്റം റെഫേഴ്സ് ടു. ഇക്കോസിസ്റ്റത്തിലെ സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് ഫൗണ്ട് ഇൻ എക്കോസിസ്റ്റം ആൻഡ് റെപ്രസെന്റ്സ് പാർട്ട് ഓഫ് നോൺ ലിവിംഗ് മാറ്റർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 57th പോവാണ്. അസേർഷൻ ടൈപ്പ് ആണ്. എഫാമോൺ ആർ എൻവയോൺമെന്റലി ഇൻഡ്യൂസ്ഡ് മോർഫോളജിക്കൽ ഫോംസ് ഓഫ് സ്പീഷീസ്. റീസൺ പറയുന്നു സ്റ്റേബിൾ ഓവർ ജനറേഷൻസ് ഇൻ എ പെർട്ടിക്കുലർ ഹാബിറ്റാറ്റ്. 57 ഓപ്ഷൻ സി എ ട്രൂ ആണ്, 6 ഫാൾസ് ആണ്. എ ട്രൂ ആണ്, 6 ഫാൾസ് ആണ്. 57 സി ആണ്. 58 പോകുന്നു. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ടൈഗ ഫോറസ്റ്റ് ബയോ. നമ്മുടെ ടൈഗ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? ഓപ്ഷൻ സി 2, 3 and 4. 2, 3 and 4 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 58 കഴിഞ്ഞു. 59th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്ത്യൻ വൂൾഫ് ബിലോങ് ടു ഡാഷ് ഗ്രൂപ്പ്. ഇന്ത്യൻ വൂൾഫ് ഏത് ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഓപ്ഷൻ സി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കേട്ടോ. 59 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് 60th ക്വസ്റ്റ്യൻ. അഗൈൻ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോജനിക് succession is actually driven by internal changes within the community itself. Reason പറയുന്നു biotic force alters habitat, initiates new colonization. C A true ആണ്. Again R false ആണ്. A true, R false. Option C. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മൾ 61st ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ദ മോളിക്കുലാർ ക്ലോക്ക് ഹൈപ്പോത്തസിസ് യൂസ്ഡ് ഇൻ എവല്യൂഷണറി ബയോളജി ഈസ് ബേസ്ഡ് ഓൺ ദി അസംപ്ഷൻ ദാറ്റ്. 61 പറയുന്നു റേറ്റ് ഓഫ് ന്യൂട്രൽ മ്യൂട്ടേഷൻ ഇസ് കോൺസ്റ്റന്റ് ഓവർ ടൈം. അല്ലെ, മോട്ടു ഐമുറ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പം നമ്മുടെ ന്യൂട്രൽ മ്യൂട്ടേഷൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കാണുന്നത് എന്ന് പറയുന്നു. 61 ഓപ്ഷൻ ബി ആണ്. 62 പറയുന്നു വിച്ച് among the following is recognized as UNESCO World Heritage National Parks in India. 62 option B. 2, 3 and 4 ആണ്. 2, 3 and 4 only. 62 option B. 63 പോവാണ്. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മോളിക്കുലാർ മാർക്കേഴ്സ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗ് ആയി ബന്ധപ്പെട്ട് മോളിക്കുലാർ മാർക്കേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 63rd ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 and 4 ഓൺലി. 1, 2 and 4 ഓൺലി ആണ് നമ്മുടെ ആൻസർ. 63 സി ആണ്. ഓക്കെ, അടുത്ത നമ്മൾ 64 പോവാണ്. ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഒക്കുപേഷണൽ ഹസാർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 64 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി. 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റുകളും 4 ടേംസും എന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 64 ഡി ആണ്. അടുത്തത് നമ്മൾ 65 പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ദ ഫൈറ്റോജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. 65th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി 3 and 4 ഓൺലി. ഓപ്ഷൻ ഡി 3 and 4 ഓൺലി ആണ് നമ്മുടെ ആൻസർ. 66 നോക്കിക്കേ. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് കണക്റ്റഡ് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. 66 എന്ന് പറയുന്നത് ഓപ്ഷൻ
ബി ആണ് 1, 2 and 3 only. 66 ഏതാണ്? ഓപ്ഷൻ ബി 1, 2 and 3 only. അടുത്തത് 67th question ആണ്. 67th questionൽ polyurethane, a polymer has any industrial application such as in foams, adhesives, coatings and medical devices അല്ലെ. On thermal decomposition, ഇതിനെ thermal decomposition ചെയ്യുമ്പോൾ എന്താണ് റിലീസ് ചെയ്യുന്നത്? 67 ഓപ്ഷൻ ഡി 1, 2, 3, 4, 5 and 6. ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആണ്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ബെൻസീൻ, ടൊലുവിൻ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, സൈനൈഡ്, അസറ്റൈൽ ഹാൽഡീൻ, അസറ്റോൺ, പ്രൊപ്പൈൻ, ആൽക്കൈൻ, വാട്ടർ വേപ്പർ എല്ലാം എന്താണ് ഇവിടെ ഫോം ചെയ്യും. 67 ഓപ്ഷൻ ഡി ആണ്. ശരി, നമ്മൾ 68ലേക്ക് പോകുന്നു. വിച്ച് among the following are critically endangered species as per IUCN റെഡ് ലിസ്റ്റ്? IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 2 only ആണ് നമ്മുടെ ആൻസർ. 68 ഓപ്ഷൻ സി ആണ്. ഓക്കെ, 69ലേക്ക് പോവാണ്. 69ലേക്ക് പോകുമ്പോൾ വിച്ച് convention or protocol target on the hydrofluorocarbons and aimed at climate protection addition to ozone depletion. അപ്പോൾ ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈഡ്രോഫ്ലൂറോകാർബൺസിനെ ബേസ് ചെയ്ത് വരുന്ന കൺവെൻഷൻ ഏതാണ്? 69 ഓപ്ഷൻ സി കൈഗാലി അമെൻഡ്മെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 69 ആണ്. ഓക്കെ, 70ലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർസ് ഓഫ് ദി ഓർഗനൽസ് ആൻഡ് ഇറ്റ് യുണീക് മാർക്കേഴ്സ് അല്ലെ. അപ്പൊ ഓർഗനൽസും അവരുടെ മാർക്കർ എൻസൈംസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് മാച്ച് ആണ് ചോദിക്കുന്നത്. 70 വരുന്നത് നമ്മുടെ ആൻസർ 70D ആണ്. 3 and 4 only. 70യുടെ ആൻസർ ഓപ്ഷൻ ഡി 3 and 4 only ആണ് കേട്ടോ. ഓക്കെ, 71 assertion reason ആണ് the retrovirus use reverse transcriptase during their replication cycle. Reason പറയുന്നു the viral RNA is directly used as mRNA to synthesize proteins എന്ന് പറയുന്നു. 71ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എ ട്രൂ ആണ്, അഗൈൻ ആർ ഫോൾസ് ആണ്. ഓക്കെ, 71 സി ആണ്. 72 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറച്ച് എന്താണ് രണ്ട് ഗ്രൂപ്പ് ആയിട്ട് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണ്? 72A ആണ്. A3, B2, C1, D4. A3, B2, C1, D4 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 73ലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു സാന്തോഫൈസേ. സാന്തോഫൈസയുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിരിക്കുന്നു. 73 വരുന്നു ഓപ്ഷൻ എ. ഓപ്ഷൻ എ 1, 2 and 4 only. 1, 2 and 4 only ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 74ലേക്ക് പോകുന്നു. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് റൈനിയ. റൈനിയെ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്നാണ്. 74 ഓപ്ഷൻ ബി 2, 3 and 4. 1 ഒഴിച്ച് ബാക്കി 2, 3 and 4 ആണ് നമ്മുടെ ആൻസർ. 74 ഓപ്ഷൻ ബി. 75 നോക്കുന്നു. വിച്ച് among the following is or are exotoxins? താഴെ കൊടുത്തിരിക്കുന്നതിൽ എക്സോടോക്സിനുകൾ ഏതൊക്കെയാണ്? 75 ഓപ്ഷൻ ബി ആണ്. 2, 3 and 4 ലിപ്പിഡെ ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ്? എക്സോടോക്സിനുകളാണ്. 75 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 76ലേക്ക് പോകുന്നു. 76ൽ എന്താണ്? The Gestica floribunda was discovered in 1850 based on a single specimen collected by Witt and kept in the holotype was actually destroyed. Later, a duplicate specimen collected from the same gathering and kept at the K herbarium designed as the nomenclature type. Subsequently, an authentic specimen of Gestica floribunda in Hooker's private collection with Witt original label and publication date. Based on ICN, which of the following statement is right എന്നാണ് ചോദ്യം. So 76th ആൻസർ ഓപ്ഷൻ സി ആണ്. Q specimen is the lectotype and the Hooker specimen is the isolectotype. ഓപ്ഷൻ സി. 76 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ശരി, നമ്മൾ 77ലേക്ക് പോകുന്നു. ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പോളിനേഷൻ ബയോളജി. ഇവിടെ 77ന്റെ ആൻസർ എന്താ വരുന്നത്? 77 ഓപ്ഷൻ എ 2 and 3 only കേട്ടോ. 2 and 3 only ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ 77ന്റെ.
78 again assertion reason ആണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് proton gradient across the thylakoid membrane power ATP synthesis in chloroplast. Reason പറയുന്നു the lumen becomes acidic due to light reactions due to H plus accumulation from water splitting and PQ cycle. 78th ന്റെ ആൻസർ ഓപ്ഷൻ എ. എയും ആറും കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്. ആർ എന്ന് പറയുന്നത് എയുടെ എക്സ്പ്ലനേഷനുമാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 78. 79ലേക്ക് പോവാണ്. 79 primary regulatory protein that initiates endospore formation in Bacillus subtilis. Bacillus subtilis endospore formation regulate ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? 79A സ്പോ എ ആണ് കേട്ടോ. സ്പോ എ ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 79. 80ലേക്ക് പോകുന്നു. മാച്ച് ദ മെംബ്രെയിൻ ട്രാൻസ്പോർട്ടർ വിത്ത് ദെയർ ഫംഗ്ഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടറും ഫംഗ്ഷനും തമ്മിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. 80 നമ്മുടെ ആൻസർ എ ആണ്. A3B1C4D2 ആൻസർ ഓപ്ഷൻ എ ആണ്. 80 ഓപ്ഷൻ എ ആണ്. ഓക്കെ, 81ാമത്തെ അഗൈൻ ദ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എൻസൈമും അതിന്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. 81 വീണ്ടും നമ്മുടെ ആൻസർ എ തന്നെയാണ് കേട്ടോ. അപ്പൊ 80ഉം 81ഉം എ തന്നെയാണ്. A3B4C2D1. ഓക്കെ, ശരി. ഇനി എന്താണ്? 82ലേക്ക് പോവാണ്. അസേർഷൻ റീസൺ ആണ്. ടീലോമിയറേസ് മെയിൻറ്റെയിൻസ് ദ ക്രോമസോം എൻഡ്സ് ഇൻ റാപ്പിഡ്ലി ഡിവൈഡിങ് സെൽസ്. റീസൺ പറയുന്നു ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ 5 പ്രൈം എൻഡ് ഓഫ് ദി DNA യൂസിങ് ദി RNA പ്രൈമർ. 82 എന്ന് പറയുന്നത് സി ആണ്. എ ട്രൂ ആണ്, 6 ഫോൾസ് ആണ്. 82C ആണ്. 83ലേക്ക് പോകുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോമസോം സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ. 83A പോകുന്നു. 1, 2 and 4 only. 1, 2 and 4 only ആണ് നമ്മുടെ ആൻസർ 83യുടെ. 84ന്റെ ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ പോപ്പുലേഷൻ ജെനറ്റിക്സ്. പോപ്പുലേഷൻ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കുന്നു. 84A ആണ്. 1, 3 and 4 ആണ് കേട്ടോ. 1, 3 and 4 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 85ലേക്ക് പോയാലോ. മാച്ച് ദ ഫോളോയിങ് ആണ്. അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. 85 ഓപ്ഷൻ എ തന്നെയാണ്. A4B3C1D2. 85 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ 86ലേക്ക് പോകുന്നു. മൾട്ടി ഡിസിപ്ലിനറി കൺസർവേഷൻ ഓഡിറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ 4 മേജർ പ്രൊട്ടക്റ്റഡ് ഏരിയ ഓഫ് സദേൺ വെസ്റ്റേൺ ഗാർഡ്സ്. ഇൻ വൺ ഓഫ് ദീസ് സൈറ്റ്സ് ദ റിസർച്ചേഴ്സ് നോട്ടഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫീച്ചേഴ്സ് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ ഇസ് മോസ്റ്റ് കൺസിസ്റ്റന്റ് വിത്ത് ദ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ക്രൈബ്ഡ്. കൊടുത്തിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതാണ് മോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്? 86 ഓപ്ഷൻ സി ആണ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആണ്. 86 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ശരി. 87ലേക്ക് പോവാണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. പൊല്യൂട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സോഴ്സും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ആണ് കാണേണ്ടത്. 87 ഓപ്ഷൻ എ ആണ്. A2B3C1D4 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 87. ഓക്കെ, അടുത്ത 88ലേക്ക് പോകുന്നു. ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ട്രാൻസ്ഫോർമേഷൻ സിസ്റ്റം. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നാണ് ചോദ്യം. 88 ഓപ്ഷൻ എ. 1, 2 and 4. 1, 2 and 4 88ന്റെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയേ. 89 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 88 നമ്മൾ പറഞ്ഞു. 88 ഓപ്ഷൻ എ ആണ് പറഞ്ഞത്. അടുത്തത് 89 പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രോട്ടീൻ. സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രോട്ടീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 89 ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആണ്. 89ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ഓൺലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 90ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബയോഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ 90ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. ഓക്കെ, സോ 90ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത 91ലേക്ക് പോവാണ്. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടേംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ 91ാമത്തെ ആൻസർ ഓപ്ഷൻ എ. 1 ഓൺലി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓപ്ഷൻ എ 1 ഓൺലി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് നമ്മൾ 92ലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് കോമ്പിനേഷൻസ് റിഗാർഡിംഗ് ദ പാറ്റേൺസ് ഓഫ് ലൈഫ് സൈക്കിൾ ഇൻ ആൽഗെ. ആൽഗയുടെ ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ കണ്ടുപിടിക്കാനാണ്. 92 ഓപ്ഷൻ ബി. 3 and 4 only. 3 and 4 only ഓപ്ഷൻ ബി ആണ്
നമ്മുടെ ആൻസർ. ഓക്കെ, 93 വരുന്നു. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. 93 ഓപ്ഷൻ എ ആണ്. A3 B1 C2 D4 ഓപ്ഷൻ എ. 93 ഓപ്ഷൻ എ ആണ്. 94 പോകുന്നു. Which among the following, which among the red algae given below is an example of parasitic form? താഴെ കൊടുത്തിരിക്കുന്നതിൽ പാരസൈറ്റിക് റെഡ് ആൽഗെ ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 and 4 ഓൺലി ആണ് കേട്ടോ. 1 and 4 ഓൺലി. 94 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 95 പോകുന്നു. Which of the following is a nucleoside analog used against the herpes virus? herpes virusന് against യൂസ് ചെയ്യുന്ന ന്യൂക്ലിയോസൈഡ് അനലോഗ് ഏതാണ്? നമ്മുടെ 95-ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ശരി. ഇനി അടുത്ത നോക്കിക്കേ, 96-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 96 പറയുന്നത് എന്താണ്? mRNA is a type of bacteria that is resistant to many antibiotics because it produces. mRNA എന്ന് പറയുന്ന ബാക്ടീരിയ മോസ്റ്റ് ഓഫ് ദി ആന്റിബയോട്ടിക്സിനോടും റെസിസ്റ്റന്റ് ആണ്. കാരണം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. മെക് എ ജീൻ വിച്ച് പ്രൊഡ്യൂസസ് മോഡിഫൈഡ് പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ അവർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ 96 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 97 പോകുന്നു. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. A2 B3 C4 D1. ഓക്കെ, ഓപ്ഷൻ എ 97 ഓപ്ഷൻ എ ആണ്. ഓക്കെ, 98 പോകുന്നു. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. C4 plants exhibit higher water use efficiencies than C3 under high light and temperature. And the reason പറയുന്നു spatial separation of initial carboxylation and the Calvin cycle reduces photorespiration. 98 ഓപ്ഷൻ എ ആണ്. എയും ആറും ട്രൂ ആണ്. 6 എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 99 പോകുന്നു. The head genes in filamentous fungi primarily function to. Head genes എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫംഗ്ഷൻ ആണ്? ഓപ്ഷൻ ബി ആണ്. ട്രിഗർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് when genetically different individuals fuse. ഓക്കെ, ഓപ്ഷൻ ബി. 99 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 100-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ക്വെല്ലിംഗ് ഇൻ ന്യൂറോസ്പോറ ക്രാസ. ഇതില് നമ്മുടെ 100th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി 1 and 2 ഓൺലി ആണ് കേട്ടോ. 1 and 2 ഓൺലി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് 101 നമ്മൾ നോക്കുവാണെങ്കിൽ ദ മെറ്റബോളിക് സൈക്ലോസ്പോറിൻ എ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടോളിപോകാലിഡം ഇൻഫ്ലേറ്റം exerts its biological effect primarily by targeting. 101ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇമ്മ്യൂണോസപ്രസന്റ് വയ കാൽസിക്യൂറിൻ ഇൻഹിബിഷൻ. കാൽസിനിൻ ക്യൂറിൻ ഇൻഹിബിഷൻ ആണ്. ഓക്കെ, ഓക്കെ, നമ്മൾ 102-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 102-ാമത്തെ ക്വസ്റ്റ്യൻ മോളിക്കുലർ ടാക്സോണമി ഓഫ് ലൈക്കൻസ് വിച്ച് മാർക്കേഴ്സ് ആർ യൂട്ടിലൈസ്ഡ് ടു ഐഡന്റിഫൈ ദ ഫംഗൽ പാർട്ട്ണർ മൈക്കോബയോൺ. 102യുടെ ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3. 3 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റ് ആണ്. 1, 2 and 3 ആണ്. 102 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 103 പോകുന്നു. 103 ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോറല്ല. പോറല്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 103 ഓപ്ഷൻ സി 2 ഓൺലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. സോ 103 ഓപ്ഷൻ സി ആണ്. അടുത്ത 104 പോകുന്നു. ഡാഷ് ഇസ് ദി ഓൾഡസ്റ്റ് നോൺ വാസ്കുലാർ പ്ലാന്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ലേറ്റ് സൈലൂരിയൻ പീരീഡ് ഓഫ് പാലിയോസോയിക് എറ. അപ്പൊ ഏറ്റവും എന്താണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ് ഏതാണ്? 104 ഓപ്ഷൻ ഡി ആണ്. കൂക്സോണിയ. എന്താണ്? ഓപ്ഷൻ ഡി. ഓക്കെ, 104 ഓപ്ഷൻ ഡി ആണ് കൂക്സോണിയ. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ 105 പോകുന്നു. ഏതാ? മിസ്മാച്ച്ഡ് പെയർ, കറക്റ്റ് അല്ലാത്ത ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫേൺ വിത്ത് ഓർണമെന്റൽ നെയിം. അപ്പോൾ ഓരോ ഫേൺസിന്റെയും ഓർണമെന്റൽ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 105 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1 and 3 ഓൺലി ആണ് മിസ്മാച്ച്ഡ് പെയേഴ്സ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി. ഓക്കെ, 105 ഓപ്ഷൻ ബി ആണ്. 106 നോക്കി ഐഡന്റിഫൈ ദ റൈറ്റ് മാച്ച്ഡ് ഫോസിൽസ്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന ഫോസിൽസും അവരുടെ ജിയോളജിക്കൽ പീരീഡുമാണ് ചോദിച്ചിരിക്കുന്നത്. 106 ഓപ്ഷൻ ഡി 1, 2, 3 and 4. ഓക്കെ, 4 കറക്റ്റ് ആണ്. 1, 2, 3 and 4 ആണ്. ഓക്കെ,
107ലേക്ക് പോവാണ്. 107ൽ വരുന്ന എന്താണ്? വീണ്ടും എന്താ? ഫോൾസ് ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയിൽ ഫോൾസ് ആയിട്ടുള്ളത് ഏതാണ്? ഓവ്യൂൾ ടൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 107 ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 107 ഓപ്ഷൻ എ. ഓക്കെ, 108ലേക്ക് പോവാണ്. സയന്റിഫിക് നെയിം ഓഫ് ടാക്സോണമിക് ഗ്രൂപ്പ്സ് ആർ ട്രീറ്റഡ് ഇൻ Latin regardless of their derivation and is instructed in the principle of ICN, namely പ്രിൻസിപ്പിൾ. എത്രാമത്തെ പ്രിൻസിപ്പിളിലാണ് ഇങ്ങനെ ടാക്സോണമി ഗ്രൂപ്പുകളുടെ പേര് ലാറ്റിനിൽ വേണം കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. 108 ഓപ്ഷൻ ഡി, ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. 108 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 109ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ഓഥർ സൈറ്റേഷൻ ഫിലാന്തസ് ലിൻ എമൻഡ് മ്യൂൾ. അപ്പൊ ഇവിടെ ഒരു സൈറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റേഷനെ പറ്റി കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. 109 ഓപ്ഷൻ ഡി ആണ്. 109 നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ എന്താണ്? 110ലേക്ക് പോവാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണക്റ്റഡ് ടു എംഗ്ലർ ആൻഡ് പ്രാഞ്ചൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. എംഗ്ലർ ആൻഡ് പ്രാഞ്ചൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 110 ഓപ്ഷൻ ബി, 1, 2 and 3. ഏതാണ്? 1, 2 and 3 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 111 which among the following species is economically important plant of Aracaceae? Aracaceaയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഏതാണ്? 111 ഓപ്ഷൻ ഡി. 1, 2, 3 and 4 നാലും എന്താണ്? എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഓക്കെ, 112ലേക്ക് പോകുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദ്യം. 112ല് നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി, 2, 3 and 4 ആണ്. ഓപ്ഷൻ സി 2, 3 and 4 112 ആണ്. ഓപ്ഷൻ സി ആണ്. ഇനി നമ്മൾ 113ലേക്ക് പോവാണ്. Identify the group of basal angiosperms collectively referred to as the Anita grade in the molecular phylogeny. 113 നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. 113 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത 114 ഷാമനിസ്റ്റിക് ethnomedicine often in the news value primarily relies on. 114 ഓപ്ഷൻ ബി, rituals and spiritual healing. 114 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അടുത്ത 115 ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ പ്രൈമറി സെക്കൻഡറി ഫ്ലോയത്തെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 115 ഓപ്ഷൻ ഡി. 1, 2, 3 and 4 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 115 4 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. 116ലേക്ക് പോകുമ്പോൾ ഡ്യൂറിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂ സെക്ഷൻ ഫോർ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി ദ എംബഡിംഗ് മീഡിയം മസ്റ്റ് ബി വാട്ടർ സൊല്യൂബിൾ, നോൺ ഫ്ലൂറസെന്റ് ആൻഡ് കേപ്പബിൾ ഓഫ് പ്രിസർവിംഗ് നേവ് ഫ്ലൂറോക്രോംസ്. വിച്ച് എംബഡിംഗ് മീഡിയം മീറ്റ്സ് ദിസ് റിക്വയർമെന്റ്? ഏത് മീഡിയം ആണ് ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? 116 ഗ്ലൈക്കോൾ മെഥാക്രലേറ്റ് ആണ് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ്. 116 ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 117 assertion recent question ആണ്. Canada balsam is widely used in mounting medium for permanent slides. Its refractive index closely matches near to that of glass, minimizing the light refraction and enhancing image clarity. 107 ഓപ്ഷൻ എ. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണ്. 6A കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. 118ലേക്ക് പോകുന്നു. During electron microscopy in the sample preparation, certain steps are specific to the imaging technique. Which of the following procedure is unique to scanning electron microscope and not necessary for transmission? So SEM-ൽ ആവശ്യമുണ്ട്, TEM-ൽ ആവശ്യമില്ല. ആ ഒരു ടെക്നിക്ക് ഏതാണെന്നാണ് ചോദ്യം. 118 ഓപ്ഷൻ ബി ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് ഡ്രൈയിങ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്.
119 പോകുന്നു. സെലക്ട് ദ ഫാമിലീസ് ദാറ്റ് എക്സിബിറ്റ് ദ ചലാസോഗമി വേർ ദ പോളൻ ട്യൂബ്സ് എൻ്റർ ദ എംബ്രിയോ സാക് ത്രൂ ചലാസ. പോളൻ ട്യൂബ് ചലാസ വഴി എൻ്റർ ചെയ്യുന്ന ഫാമിലി ഏതാണ്? 119. ഓപ്ഷൻ എ 1, 2 and 3. 3 ഫാമിലീസിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 120th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? എൻഡോസ്പേം ഹോസ്റ്റോറിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നു. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 3 ആണ്. 1, 2 and 3 ആണ് 120th ആൻസർ. അപ്പൊ നമ്മുടെ സെറ്റ് ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പർ ബിന്റെ എല്ലാ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്ക് സ്കോർ എത്ര വരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തൊന്ന് നോക്കുക. നിങ്ങൾ എല്ലാവരും എന്താണ് സെറ്റ് ക്വാളിഫൈ ആവട്ടെ. അപ്പൊ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. അടുത്ത എക്സാമിന് വേണ്ടി നമുക്ക് ധാരാളം ടൈം മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് എന്താണ് അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്കായിട്ട് ഇതേപോലെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് എങ്കിലും ഫസ്റ്റ് ടൈം സെറ്റ് എന്താണ് ഈ എക്സാമിലേക്ക് വേണ്ടി നോക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ലോങ് ബാച്ച് നാളെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും വേഗം താഴെ നമുക്ക് നമ്മുടെ ബോർഡ് നമ്പർ വരുന്നുണ്ടാവും. ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ സീറ്റിന്റെ ഭാഗമാകുക. കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും PDF-ഉം അതേപോലെ തന്നെ മോക്ക് എക്സാംസ് ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ്. വളരെ ചെറിയ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ സീറ്റുകൾ ഇവിടെ ബുക്ക് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു ലൈവുമായി മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.